സംസ്ഥാനത്ത് പച്ചക്കറിക്ക് തീവില. പച്ചക്കറി വരവ് കുറഞ്ഞതോടെയാണ് മിക്കയിടങ്ങളിലും വില കുത്തനെ കൂടിയത്. കിലോയ്ക്ക് 35 മുതൽ 40 വരെയുണ്ടായിരുന്ന തക്കാളി 70-ലെത്തി. 50 രൂപയുണ്ടായിരുന്ന പച്ചമുളക് 120-ലെത്തിയിരുന്നുവെങ്കിലും നിലവിൽ 90 രൂപയായി. 60 രൂപയുണ്ടായിരുന്ന ബീൻസിന് 50 രൂപയോളം വർദ്ധിച്ച് 110-ലെത്തി. വലിയുള്ളിക്ക് വില വർദ്ധിച്ചിരുന്നില്ലെങ്കിലും ഇപ്പോൾ നേരിയ വർധനവുണ്ടായിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക, കോയമ്പത്തൂർ, കമ്പം, മേട്ടുപ്പാളയം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് പച്ചക്കറി എത്തുന്നത്. ഇവിടങ്ങളിലുണ്ടായ അപ്രതീക്ഷിത വേനൽ മഴയാണ് പച്ചക്കറി വില വർദ്ധിച്ചതിന് കാരണം. പെരുന്നാൾ അടുത്തതോടെ വിലയിലെ വർധനവ് സാധാരണക്കാരെ കൂടുതൽ ദുരിതത്തിലാക്കി. പച്ചക്കറി ഇപ്പോൾ എല്ലാം വില ജാസ്തിയാണ്. ഇപ്പം വളരെ ഡിമാൻഡാണ് സാധനത്തിന്. പച്ചമുളകൊക്കെ 150, തക്കാളി 56 എല്ലാം കയറി വരികയാണ്. എന്താ ഇതെന്നുള്ള അറിയില്ല. സാധനം കുറവാണ് മാർക്കറ്റിൽ. ഹോൾസെയിൽ മാർക്കറ്റായ മൈസൂർ ഇവിടെയൊക്കെ വളരെ സാധനം കുറവാണ്. ഇപ്പം എല്ലാം കൊണ്ട് പച്ചക്കറിക്ക് മാത്രമല്ല, മത്സ്യമില്ല, എല്ലാത്തിനും വില ജാസ്തിയാണ്. അപ്പം ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. കർണാടകത്തിൽ നിന്നാണ് ഇപ്പം ഇവിടത്തേക്ക് പച്ചക്കറി വരുന്നത്. കർണാടകത്തിൽ തന്നെ എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. സാധനം കുറവാണ്. എന്താണെന്നുള്ളത് അറിയില്ല വില കൂടിയത്. ഒന്നാമത്തെ നശിച്ചു പോയതാണോ എന്താണെന്നുള്ളത് അറിയില്ല. ഇവിടെയാണെങ്കിൽ കച്ചവടം വളരെ മോശമാണ്. ഇപ്പോൾ ജനങ്ങളില്ല, അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പല്ലോ. വില കൂടുന്നതിനൊപ്പം പച്ചക്കറിയിലെ വിഷവും ജനത്തെ ബാധിക്കുന്നുണ്ടെന്ന് കൽപ്പറ്റ നാരായണൻ KFIL-നോട് പറഞ്ഞു. പച്ചക്കറിക്കുള്ള രണ്ട് പ്രയാസങ്ങളിൽ ഒന്ന് വിഷം, രണ്ടാമത്തത് വില. ഇത് രണ്ടും ഒരുപോലെ ആളുകളെ അപകടപ്പെടുത്തുന്നതാണ്. വിലയെക്കുറിച്ച് മാത്രം ആളുകൾ പരാതി പറയുക, പക്ഷെ വിഷത്തെക്കുറിച്ചാണ് പരാതിപ്പെടേണ്ടത്. ഈ കിട്ടുന്നതിൽ ഏറെയും വിഷം മുക്കി വരുന്നതാണ്. വലിയ മനുഷ്യന്മാരിങ്ങനെ ക്രമേണ മരിച്ചുകൊണ്ടിരിക്കുക ഈ പച്ചക്കറിയിലെ വിഷം കൊണ്ട്. മത്സ്യത്തിൽ അത്ര ഇല്ല. ആളുകൾ മത്സ്യത്തെക്കുറിച്ചൊക്കെ പെട്ടെന്ന് പറയും. അപ്പോൾ അതാണ് വലിയ പ്രശ്നം. വില കൂടുന്നത് പ്രശ്നം തന്നെയാണ്. എന്നാലും ഈ വിഷത്തിനല്ലേ വില കൂടുന്നതെന്നുള്ള ഒരു വൈരുദ്ധ്യം അതിലുണ്ട്.